വിൽപ്പന നടത്തിയെന്നുള്ളതാണ് ഞങ്ങളുടെ കേസ്. കേരളത്തിൽ തന്നെയാണ് കേരളത്തിൽ തന്നെയാണ് ഇതുവരെ കിട്ടിയേക്കുന്ന വിവരങ്ങൾ കേരളത്തിൽ തന്നെയാണ്. ഇൻസ്റ്റാഗ്രാം വഴിയായിരുന്നു അവരുടെ കൂടുതൽ ഡീലിങ്സും. ഇനി 2 യുവതികൾ കൂടെ നിരീക്ഷണത്തിലാണെന്ന് പറഞ്ഞു. അവരും ഈ കേസിന്റെ അതൊക്കെ കേസിന്റെ കേസ് നമ്മുടെ അന്വേഷണം തുടങ്ങിയല്ലോ, അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അതെ, നമുക്ക് മൂന്നാമത്തെ പ്രതിയും കൂടെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഈ കേസിലേക്ക് നമുക്ക് ഇന്നലെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു, പ്രതിയിലെ 2 പേർ അറസ്റ്റ് ചെയ്തു. ഇന്നിപ്പോൾ ഒരു പ്രതിയും കൂടെ അറസ്റ്റ് റിമാൻഡ് റിപ്പോർട്ട് എഴുതി കോടതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഈ പ്രതികളെല്ലാം ഞങ്ങൾ കസ്റ്റഡിയിലെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കേസിലേക്ക് നിലവിലൊരു കേസാണ് എഫ്ഐആർ എടുത്തിരിക്കുന്നത്. മറ്റ് ചില ഇൻസിഡൻറ്റും കൂടെ നമ്മുടെ അന്വേഷണത്തിൽ വെളിവാകുന്നുണ്ട്. അതിൽ പ്രാഥമിക അന്വേഷണം നടത്തി വരുന്നു. ഇന്ന് ഒരു എഫ്ഐആറും കൂടെ ഞങ്ങൾ എടുക്കും, ഒരു കേസും കൂടെ എടുക്കുന്നുണ്ട് വേറെ ഇൻസിഡൻറ്റിന് വേണ്ടി. അപ്പോൾ അതിനെക്കുറിച്ചൊരു പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് അന്വേഷണം എഫ്ഐആർ എടുത്ത് നടക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ സാധിക്കില്ല. 1-2 ഇൻസിഡൻറ്റും കൂടെ വരാൻ ഇതുവരെ അന്വേഷണത്തിൽ തെളിയുമെന്നാണ് തോന്നുന്നത്. ഈ കുട്ടികളെ ഇങ്ങനെ വിൽക്കും എന്നുള്ള രീതിയിലുള്ള കേസാണോ അതോ ഇതിന് സമാനമായ കേസാണോ? ഏതാ? കുട്ടികളെ നടത്തി എന്നുള്ളതാണോ? വിൽപ്പന നടത്തിയെന്നുള്ളതാണ് ഞങ്ങളുടെ കേസ്. കേരളത്തിൽ തന്നെയാണ് കേരളത്തിൽ തന്നെയാണ് ഇതുവരെ കിട്ടിയേക്കുന്ന വിവരങ്ങൾ കേരളത്തിൽ തന്നെയാണ്. ഈ ദത്തെടുക്കുന്ന ആളുകൾ കുഞ്ഞുങ്ങളുടെ ഐഡന്റിറ്റി അവരെ അറിയിക്കാതെ തന്നെ വളർത്തണമെന്നുള്ള ആഗ്രഹത്തിലുള്ള രക്ഷിതാക്കൾ ഏറ്റെടുത്തിട്ടുണ്ടോ? അങ്ങനെ കുഞ്ഞുങ്ങളെ ഇവർ കൈമാറിയിട്ടുണ്ടോ? നിയമപരമായിട്ടുള്ള ഏറ്റെടുക്കലല്ല ഈ അന്വേഷണത്തിന് വെളിവാകുന്ന കാര്യം. അതിനെക്കുറിച്ചാണ് പ്രാഥമിക അന്വേഷണത്തിൽ നിയമപരമായിട്ടുള്ള ഒരു ഏറ്റെടുക്കലല്ല നടന്നതായിട്ടാണ് വെളിവാകുന്നത്. എത്ര കുഞ്ഞുങ്ങളെ എങ്ങനെ കൈമാറിയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു അന്വേഷണത്തിൽ ആദ്യം. നിലവിൽ ആദ്യ അന്വേഷണത്തിൽ നമുക്ക് ഒരെണ്ണം കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്, ബാക്കി നമ്മൾ അന്വേഷിച്ചാലേ പറയാൻ പറ്റുള്ളൂ. കുറച്ചു കാലമായിട്ട് തുടരുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ പറയാൻ പറ്റില്ല, നമുക്ക് അതിനകത്ത് അന്വേഷണം നടന്നു വരുന്നതല്ലേ ഉള്ളൂ. നടന്നു വരുമ്പോൾ സംഘത്തിന് സംസ്ഥാനത്തെ ആകെ ബന്ധങ്ങളുള്ള സംഘമാണോ അതോ ഇതിനെക്കുറിച്ചുള്ള ഇവരുടെ നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തവർ പല ജില്ലകളിൽപ്പെട്ടവരാണ്. അതേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. സാർ, ഈ നിലവിലുള്ള കേസ് ഒന്ന് ആസാം സ്വദേശിയുടെ മൊഴി അടിസ്ഥാനമാക്കിയുള്ള ഒരു കേസല്ല. അതെ, രണ്ടാമത്തെ കേസിലാണ് ഈ കുട്ടിയെ വിറ്റു എന്ന ഒരു സംശയം നിൽക്കുന്നത്. അതെ, അത് നമ്മളൊരു പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ കിട്ടിയ കൂടെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സോമോട്ടോ ആയിട്ടാണ് എഫ്ഐആർ എടുക്കുന്നത്. കൂടുതൽ കുറച്ച് പ്രതികൾ വരാം. അന്വേഷണത്തിൽ വരുന്നതനുസരിച്ച് വേറെ കൂടുതൽ പ്രതികൾ വരുമോ ഇല്ലോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഈ രണ്ടാമത്തെ കേസിലും ഇതേ പ്രതികളൊക്കെ തന്നെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പ്രധാന പ്രതികൾ ഇവരൊക്കെ തന്നെയാണ്. നമ്മളധികം പുറകോട്ട് പോകാനില്ല, മിക്കവാറും ഒരു 6 മാസം 8 മാസം പിന്നോക്കം മാത്രമേ ഉള്ളൂ. അതാണോ ആദ്യമായിട്ടൊരു കുഞ്ഞിനെ കൈമാറുന്നത്? 6 മാസം മുന്നെയാണോ? 6 മാസം ഒന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല നമുക്കത്. ഏതാ? ഇപ്പൊ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. നടപടികൾ നടത്തിയെന്ന് പറയുന്നു. ശരിയല്ല, അത് അന്വേഷണത്തിൽ അങ്ങനെ മനസ്സിലായിട്ടില്ല. പ്രതികൾക്ക് ഇതിന് വേറെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ ഇപ്പോൾ പ്രതിയിലായത്? നിലവിലുള്ള പ്രതികൾക്ക് ഇതല്ലാതെ വേറെ ക്രിമിനൽ പശ്ചാത്തലമുള്ളതായിട്ട് ഇതുവരെ അന്വേഷണത്തിൽ വെളിവായിട്ടില്ല. അല്ല, അതിപ്പോ പറയാൻ പറ്റില്ല. അന്വേഷണത്തിന്റെ അവരുടെ ഭാഗം കേട്ട ശേഷം അതിന്റെ എല്ലാം പരിശോധിച്ച ശേഷമേ അത്ര പറയാൻ പറ്റുള്ളൂ. അതിപ്പോ അതിനകത്ത് പറഞ്ഞാൽ ശരിയാകത്തില്ല. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതൊക്കെ ഇൻസ്റ്റാഗ്രാം വഴിയായിരുന്നു അവരുടെ കൂടുതൽ ഡീലിങ്സും. ഇനി 2 യുവതികൾ കൂടെ നിരീക്ഷണത്തിലാണെന്ന് പറഞ്ഞു. അവരും ഈ കേസിന്റെ അതൊക്കെ കേസിന്റെ കേസ് നമ്മുടെ അന്വേഷണം തുടങ്ങിയല്ലോ, അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അല്ല, നിലവിലെ അന്വേഷണത്തിൽ അവർ 2 സ്ത്രീകൾ ഒരു പ്രായമുള്ള സ്ത്രീ അവിടെ ഉണ്ട്. അതല്ലാതെ കൂടുതൽ നമുക്ക് ചിത്രം വ്യക്തമാകുന്നില്ല. അവരും ഇത്തരം വേണ്ടി തന്നെ കൊണ്ടുവന്നവരാണോ? അത് കൂടുതൽ അന്വേഷിച്ചാലേ പറയാൻ പറ്റുള്ളത്. നിലവിൽ 2 സ്ത്രീകളുണ്ടെന്ന് പറഞ്ഞല്ലോ, അവർ പ്രഗ്നന്റായ ലേഡികളാണോ അതോ? അതിപ്പോ പറയാൻ പറ്റില്ല, പ്രാഥമിക അന്വേഷണത്തിൽ പറയാൻ പറ്റില്ല. അവരെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചോ? ഏതാ? നിലവിൽ ആ പെൺകുട്ടി 22-കാരിയുടെ മൊഴിയിൽ പറയുന്ന 2 ഗർഭിണികൾ കൂടി ഉണ്ടായിരുന്നു എന്നാണ്. അവർ എവിടെയായിരുന്നു ഏതാണെന്നൊക്കെ അതിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. അന്വേഷണം തുടങ്ങുന്നുണ്ട്, എനിക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഈ ആസാം സ്വദേശിനിയായിട്ടുള്ള യുവതിയുടെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് കാര്യങ്ങൾ വിശ്വസനീയമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അല്ല, അവർ പരാതിക്കാരല്ലേ, പരാതിക്കാരുടെ മൊഴി വിശ്വാസയോഗ്യമാണ്. അതാണ് അത് വെച്ച് നമ്മൾ കേസ് എടുത്ത് മുമ്പോട്ട് പോകുന്നത്. ഇല്ല, ഹസ്ബൻഡുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ അവരുടെ മൊഴി വിശ്വാസയോഗ്യമാണ്, അതനുസരിച്ച് മുമ്പോട്ട് കേസ്. രണ്ടാമത്തെ കേസ് ഈ പ്രതികൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടോ? അതിന്റെ അടിസ്ഥാനത്തിലാണോ സമയത്തെ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? അല്ല, നമ്മുടെ അന്വേഷണത്തിൽ പ്രിലിമിനറി എൻക്വയറി നടത്തിയതിൽ വെളിവായതിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ എടുത്തത്. പ്രാഥമിക അന്വേഷണം നടത്തി. പണം കൈമാറി എന്നുള്ളതിനെ കുറിച്ചിട്ട് രേഖകൾ അതിപ്പോ പറയാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ച് അല്ല, അതിപ്പോ പറയാൻ പറ്റത്തില്ല. അന്വേഷണത്തിൽ നമുക്ക് വ്യക്തമാകുമ്പോൾ അത് ശരി. കേസ് അന്വേഷണം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി തെളിവുകൾ എടുക്കണം.
ട്രയലുള്ള പ്രൊസീജിയറാണ്. അതുകൊണ്ടാണ് പലതും ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. പ്രാഥമിക ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. വലിയ ശൃംഖലയാണോ ഇതിന്റെ പിന്നിൽ? ഒരു ആദ്യഘട്ടം അല്ല, അതിപ്പോൾ പറയാൻ പറ്റത്തില്ല. അത് എന്തുമാത്രം പ്രതികൾ വരുന്നുണ്ട് നമുക്ക് അന്വേഷണത്തിൽ ബാക്കി അന്വേഷിച്ച് വീട്ടിൽ മറ്റു 2 കുട്ടികളുണ്ടായിരുന്നു. അവർ സ്കൂളിൽ പോലും പോകുന്നില്ലായിരുന്നു. ആ കുട്ടികൾ ആരുടെയാണ്? ഇല്ല, അതിനെക്കുറിച്ച് അന്വേഷിച്ച് വരുന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.